സ്പെഷ്യൽ കട്ട്ലേറ്റ് തയ്യാറാക്കിയാലോ? ഞാൻ മട്ടൺ കൊണ്ടാട്ടോ ഇന്നത്തെ കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ എളുപ്പം തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയിട്ട് വരാം. കട്ട്ലേറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് തൊലി കളഞ്ഞ് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കും. ഇനി നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലൊന്നും ഇല്ലാത്ത കഷ്ണം മാത്രമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിലപ്പോൾ കുക്കറിന്റെ ഇതനുസരിച്ചിട്ട് വിസിലിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിസിലിന്റെ എണ്ണം പറയാത്ത കേട്ടോ. മട്ടണൊക്കെ നന്നായിട്ട് വെന്ത് വിസിലൊക്കെ പോയതിനു ശേഷം ഞാൻ നമ്മുടെ മിക്സഡ് ജാറിലേക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഈ മിക്സിയിലൊന്നും ഇടണ്ട, അല്ലാതെ ഉടച്ചെടുത്താൽ മതിയേ. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പിലൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചതച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാട്ടോ. ഞാനിപ്പോൾ അരിഞ്ഞ് ചേർത്തു എന്നേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ മട്ടൺ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ ഞാൻ ലേശം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്തത് പെരുംജീരകപ്പൊടിയാട്ടോ, അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെയൊന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 2 മുട്ടയാട്ടോ. നമ്മൾ തയ്യാറാക്കുന്ന കട്ട്ലറ്റിന്റെ അനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാൻ 2 മുട്ട എടുത്തിട്ടുള്ളൂ. ഞാൻ നന്നായിട്ടൊന്ന് പതപ്പിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിനുശേഷമുള്ള വീഡിയോ എങ്ങനെയോ ഡിലീറ്റ് ആയി പോയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഞാൻ മുട്ടയിലേക്ക് നമ്മുടെ കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റവയിൽ മുക്കിയതിന് ശേഷം ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ പക്ഷെ ബ്രെഡ് ക്രംസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റവയിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് വറുക്കാൻ വേണ്ടി എണ്ണയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 സൈഡും നല്ല ബ്രൗൺ ആയി വരുന്ന സമയത്ത് കോരിയെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ക്രിസ്പിയും നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു കട്ട്ലറ്റും ആണ് അല്ലേ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് നമ്മള് മട്ടൺ തന്നെ വെച്ച് വേണമെന്നൊന്നുമില്ല. നമുക്ക് ചിക്കൻ വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കാം. പിന്നെ ഫിഷ് വെച്ചിട്ട് തയ്യാറാക്കാം. പിന്നെ എഗ്ഗ് വെച്ചിട്ട് തയ്യാറാക്കാം. പിന്നെന്താ ചെമ്മീൻ കട്ട്ലറ്റ് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി കട്ട്ലറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്നവര് ഒന്ന് കമന്റ് ചെയ്യാനോ മറക്കരുതേ. ചില വീഡിയോ മിസ്സായി പോയതിന് സോറി ചോദിക്കുന്നു കേട്ടോ. കാരണം അത് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.